വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് മുട്ട ബജി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: മുട്ട പുഴുങ്ങി നടുവേ മുറിച്ചതാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. കടലമാവ് 1 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പുപൊടി പാകത്തിന്, വെള്ളം, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടലമാവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് സോഡ, പാകത്തിനുള്ള ഉപ്പുപൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ചൊഴിച്ചാൽ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല തിക്കായിട്ട് ബാറ്റർ തയ്യാറാക്കണം. ബാറ്റർ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. എന്നിട്ട് നമുക്ക് ബാറ്ററിലേക്ക് മുട്ട ഓരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. മുട്ട ബാറ്ററിൽ മുക്കി ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് പെറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കോരി മാറ്റുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.